मोटर चलती और की चलती अंदर बैंड वजा और गड्डी तबाह कर दी हुई गड्डी इत्थे खड़ी ਸੀ गड्डी सारी ते घर दे जी जख्मी हाँ मोटर चलती और की चलती अंदर बैंड वजा और गड्डी तबाह कर दी हुई गड्डी ਇੱਥੇ ਖੜੀ ਸੀ गड्डी सारी ते घर दे जी जख्मी हाँ इधर पैप ज्यादा ना खिंच पानी पा उधर मार गड्डी ते जी जू का तो नहीं नुकसान होया नुकसान है किथों डिगो उपरों चाबी उत्थे ഫയറിംഗ് 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 ഭാരമുള്ള വരെ ശബ്ദം കേൾക്കാം വലിയ ശബ്ദമാണ് കേൾക്കുന്നത് അനൂപ് വലിയ ശബ്ദം കേൾക്കുന്നു വലിയ ശബ്ദം കേൾക്കുന്നു അനൂപ് ഭാരമുള്ള നഗരത്തിനടുത്താണ് നമ്മളുള്ളത് വലിയ ശബ്ദം കേൾക്കുന്നു നമ്മൾ ഈ ലൈവിനിടയിൽ വലിയ ശബ്ദം അതായത് ബാരാമുള്ള ടൗണിനടുത്ത് വരെയാണ് നമ്മളുള്ളത് വലിയ ശബ്ദം കേൾക്കുകയാണ് വലിയ ശബ്ദം ബാരാമുള്ള വരെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് अरे आराम से അനൂപ് അതായത് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഷെല്ലിങ് വലിയ രീതിയിലടക്കം പല സ്ഥലങ്ങളിലും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ബാരാമുള്ള ടൗണിന് സമീപമാണ് നമ്മളുള്ളത്. ഇവിടെ വരെ ശബ്ദം കേൾക്കുന്നു. അവിടെ ഇവിടെ വരെ ശബ്ദം കേൾക്കുന്ന സാഹചര്യമാണ്. വലിയ രീതിയിൽ വെടിവെക്കുന്ന ശബ്ദം എനിക്ക് ഈ ലൈവിനിടയിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നു. മൂന്ന് തവണയോളം ആ ശബ്ദം ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. सायरन एयर सायरन तो अभी तक ये फर्स्ट टाइम है ये फर्स्ट टाइम है सर ये फर्स्ट टाइम उड़ी में तो चल रहा है यहाँ पे फर्स्ट टाइम है सर तो हम कल आगे के टाइम एयर सायरन हो गया बट इतना आवाज़ नहीं आया जितना आज आ गया सर तो यही ज़्यादा साउंड हो गया ना ये ज़्यादा साउंड हो गया जिसके साथ ये हमें लग रहा है कि बाहर आवाज़ आ रही है फायरिंग का साउंड है ना ये फायरिंग है पूरा देख लो सामने देख नजर आ रहा है ചെറിയ രീതിയിൽ എനിക്ക് ആ വെളിച്ചം കാണാൻ കഴിഞ്ഞു പക്ഷെ അത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അത് ഉറപ്പായിട്ട് ഇത് ഡ്രോൺ അല്ല അതായത് LOC മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ഇവിടേക്ക് ഫയർ ചെയ്യുന്ന കാര്യം നമുക്കറിയാം ആ ഫയറിങ്ങിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് അപ്പോൾ ബാരാമുള്ളക്ക് അടുത്ത് വരെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഫയറിംഗ് ശബ്ദം കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം കഴിഞ്ഞ അടുത്തിടെ ഒന്നും ബാരാമുള്ളയിൽ ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടില്ല അല്ലല്ല അങ്ങനെയല്ല 60 കിലോമീറ്റർ ചുറ്റളവാണ് ഇവിടെ നിന്ന് ഉറി മേഖലയിലേക്കുള്ളത്. ഉറി മേഖലയിൽ എത്തുമ്പോൾ തന്നെ LOC മേഖലയുടെ പല ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശബ്ദത്തിൽ അതായത് അനൂപ് ഈ ബാരാമുള്ള സിറ്റി അല്ലെങ്കിൽ ടൗൺ എന്ന് പറയുന്നത് ഉറി മേഖല സെക്ടറിൽപ്പെട്ട ഉറിയൊക്കെ ഈ സെക്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 60-65 കിലോമീറ്റർ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ LOC മേഖലയിലേക്ക് എത്തിക്കഴിയുന്നുണ്ട്. അപ്പോൾ LOC മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തെല്ലാം തന്നെ പാകിസ്ഥാന്റെ പല സ്ഥലങ്ങളിലുള്ള ബങ്കറുകളുണ്ട്, പാകിസ്ഥാൻ ആർമിയുടെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ലവാസ
ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ലങ്കാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ അതിൻ്റെ ആക്രമണം വ്യാപ്തി വർദ്ധിപ്പിച്ചിരുന്നു. അത് ഉറിയിൽ നിന്നൊരു 10 കിലോമീറ്റർ ഇപ്പുറയാണ്. ഇപ്പോൾ ബാരാമുള്ള ഈ നഗരത്തിനടുത്ത് വരെ ഇത്തരത്തിൽ ശബ്ദം കേൾക്കുമ്പോൾ അതിനർത്ഥം ബാരാമുള്ള നഗരം വരെ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. സൈറൻ അടക്കം മുടങ്ങിയിരിക്കുന്നത്. ഇത് LOC भी नजदीक है कुछ यहाँ से LOC 40-50 किलोमीटर डरे ना तो सही सायरन 50 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പാകിസ്ഥാന് LOC മേഖലയുള്ളത്, നിയന്ത്രണ രേഖയുള്ളത്. മലമുകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സേനയുണ്ട്. ഈ ലൈവിനിടയിൽ ഞാൻ ഡ്രോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഭാഗത്ത് നിന്ന് എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത്. ചില ചെറിയ ലൈറ്റുകൾ കൂടെ എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അതിനർത്ഥം ഈ ബാരാമുള്ള നഗരത്തിന് സമീപം വരെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം എത്തിയിരിക്കുന്നു. ഇത് എവിടെ വരെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. പുറത്തേക്ക് ഈ ഗേറ്റിന്, അതായത് ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്കിപ്പോൾ അനുവാദമില്ല, അതിന് നിർവാഹമില്ല. अभी तक ही पहले तो बारामुल्ला पे अटैक हो जाएगा. ये ऐसा लग रहा है जब ये सायरन है या कुछ फायर है कि ऐसा ही लग रहा है कि जैसे बारामूला में भी अटैक होने वाला है. तो क्योंकि हम डरे हुए हैं. ये तो अभी पहली बार मैंने देखा 4 दिन के बाद उड़ी के बाद, जैसे उड़ी में चल रहा है पिछले 4 दिन से, तो यहाँ पहली बार हो गया. ये सायरन भी स्टार्ट हो गया. अनूप വീണ്ടും സൈറൻ. അനൂപ് വീണ്ടും സൈറൻ. അനൂപ് വീണ്ടും സൈറൻ. हाँ, तो आपको मुझे याद कर देना. प्लीज टॉक टू मी ना, योर फ्रेंड्स एरिया. फायरिंग वगैरह. अरे यार पूरी जाने का कुछ फायदा नहीं है अभी. 12 ये इधर फायर होगी स्टार्ट, जहाँ पे ये हमारी ऊंची पहाड़ी पे चौकी है. मुझे सामने नजर आ रही बारिश. ये तो मेरे होटल से सीधा पार जाऊँ, वो पत्थर की साइड में चौकी पर, क्या बोलते हैं उसको, हाजीगढ़ साइड में फायर चल रहा है यार. यहाँ पे तार निकल गया. हम सब बाहर निकले, सब बाहर. और सब इधर अंदर क्या करेंगे. ये നമ്മുടെ അണ്ണ ഇങ്ങോട്ട് ഇറങ്ങി പോരാ. ग्राउंड में അനൂപ് ഏതായാലും 60 കിലോമീറ്റർ അകലെ ചെല്ലുമ്പോൾ തന്നെ. ഹലോ वो साउंड गया. हाँ? मुसाफिर भाई, അനൂപ്, നമുക്കറിയാം ഈ ബാരാമുള്ള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ സാക്ഷിയായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ നഗര മേഖലകളിലേക്ക് അത്തരത്തിൽ ഫയറിംഗ് ഒന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ സംഘർഷ സാഹചര്യം തുടങ്ങിയതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്ര വലിയ വെടിയുച്ചയുടെ ശബ്ദം നമുക്കിവിടെ നിന്ന് കേൾക്കാൻ കഴിയും. ഇന്നലെയും നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലടക്കം നമ്മൾ പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ എയർ സൈറൻ കേട്ടു, നമ്മളൊക്കെ തന്നെ അകത്ത് കയറിയിരുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ശബ്ദം കേൾക്കുന്നത്. എനിക്ക് ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് ഈ ഫയറിങ്ങിൽ ആ വെടിയുണ്ടകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ പോകുന്ന ശബ്ദം എനിക്ക് വളരെ കൃത്യമായിട്ട് കേൾക്കുന്നത്. ഇത് എവിടെയാണ് വീണത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ നമ്മളിപ്പോൾ ഈ ഹോട്ടലിന് അപ്പുറത്തുള്ള മലനിരകൾക്ക് സമീപമാണ് ഈ വലിയ മൂന്ന് തവണ വെളിച്ചം കണ്ടത്. അതൊക്കെ തന്നെ മോട്ടോർ ഷെല്ലുകളാണ്. വലിയ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഏതായാലും ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് ഈ ഹോട്ടലിലെ ജീവനക്കാരനായ വ്യക്തി കൂടിയാണ്. तो अभी तक 10-15 दिन से ये फर्स्ट टाइम है इतना हो गया ना? फर्स्ट टाइम है बारामूला में, मेन टाउन बारामूला में फर्स्ट टाइम है. तो उड़ी में तो आज 4-5 दिन से चल रहा है. ഉറിയിൽ വൈകുന്നേരം 6:30 തന്നെ ഹാജിപൂര മേഖലയിലൊക്കെ തന്നെ തുടങ്ങിയിരുന്നു. കുപ്വാരയിലെ കേരൻ സെക്ടറിലും കുപ്വാര നഗരത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ കിട്ടേണ്ട ചിത്രങ്ങളൊക്കെ തന്നെ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ അയച്ചു തന്നിരുന്നു. ഹാജിപൂര മേഖലയിലുള്ള പോലീസ് നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഫയറിംഗ് ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മാത്രമല്ല അവരൊക്കെ തന്നെ ബങ്കറുകളിലേക്ക് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഇതത്തെ ബങ്കർ കുച്ചായത് ഞങ്ങൾ ഈ ഹോട്ടലിനടുത്തൊരു BSF ക്യാമ്പുണ്ട്. ആ ക്യാമ്പിന്റെ സ്ഥലത്തൊക്കെയാണ് ബങ്കറുകളൊക്കെ ഉള്ളതെന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. വീണ്ടും വെടിവെച്ച ആ
നമ്മൾ ഈ നിൽക്കുന്ന ഹോട്ടലിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലും വലിയ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഡ്രോണാണോ വെടിവെച്ചയാണോ എന്നുള്ളത്, ഡ്രോൺ അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ തദ്ദേശവാസികൾ എന്നോട് പറയുന്നത്. AB ഫയറിംഗ് ये फायरिंग है सर, ये फायरिंग क्या और क्या है? तो ये तोप चलने पड़े, तोप यहाँ से जा रही है पाकिस्तान की तरफ अटैक कर रहे हैं. മോട്ടോർ ഷെൽ. നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നന്നായി തന്നെ നമ്മുടെ മൈക്കിലെ ശബ്ദം പിടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ആദ്യം ഞാൻ നിൽക്കുന്നതിൻ്റെ വലതു ഭാഗത്താണ് കേട്ടത്. പിന്നീട് ഇതിൻ്റെ പിന്നിൽ 2 സ്ഥലത്തായിട്ട് കേട്ടു. ഇടയ്ക്കിടെയായി ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല രീതിയിൽ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് വീണ്ടും. ഏതായാലും കാശ്മീർ താഴ്വരയിൽ അശാന്തിയുടെ ഒരു നിമിഷങ്ങളിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുകയാണ്. വീണ്ടും ശബ്ദം കേട്ടിരിക്കുകയാണ്. ഇതപ്പോൾ ബാരാമുള്ള നഗരത്തിന് ചുറ്റുപാടുമുള്ള ഏതൊക്കെയോ സ്ഥലത്ത് ഫയറിംഗ് ഉണ്ടാകുന്നുണ്ട്. അതിനുമ്പ് നല്ല രീതിയിൽ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ബാരാമുള്ള നഗരത്തിന് സമീപം തന്നെ പാകിസ്ഥാന്റെ മോട്ടോർ ഷെല്ലുകൾ അപ്പോൾ വീണിട്ടുണ്ട്. വീണിട്ടുണ്ടെന്നുള്ള കാര്യം ഡ്രോൺ അല്ല ഇതിവിടെ കേട്ടത്. ഇവിടെ ഒരു തരത്തിൽ ഡ്രോണിന്റെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ കേട്ടത് ഇപ്പോൾ വെടിവെച്ച് തന്നെയാണെന്നുള്ള കാര്യമാണ് ഇവിടുത്തെ തദ്ദേശവാസികളായ ഈ ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. എനിക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ചുറ്റുമായി ഈ ബാരാമുള്ളയിൽ ഇത്തരത്തിൽ വെടിവെച്ചയുടെ ശബ്ദം കേൾക്കുന്നു. ഇത് വളരെ കൃത്യമായി തന്നെ നമുക്കിവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ നമുക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ചുറ്റുപാടുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അത് ഫയറിംഗ് ആണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഇവിടുത്തെ ആളുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ നിലവിൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇത്രയും വലിയൊരു സംഘർഷ സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം ഈ നഗരത്തിന് ചുറ്റുപാടുമുള്ള സ്ഥലത്തൊക്കെ തന്നെ കേൾക്കുന്നത്. ഏതായാലും ഇതൊരു സങ്കീർണമായ സാഹചര്യമാണ്. കാരണം കണ്ടിന്യൂസ് ബ്ലാസ്റ്റ് ഗോയിങ് ഓൺ ബാരാമുള്ള എന്നുള്ള ചില മെസ്സേജുകളൊക്കെ തന്നെ എനിക്ക് വരുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും വെടി പൊട്ടിയതാണോ മറ്റെന്തെങ്കിലും സ്ഫോടനങ്ങളാണോ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഈ രാത്രിയിൽ നമുക്ക് വരുത്താൻ കഴിയുന്നൊരു സാഹചര്യമല്ല. ഏതായാലും ഔദ്യോഗികമായ ചില വാർത്തകൾക്ക് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. ചുറ്റുപാടുമായി തന്നെ വലിയ ശബ്ദങ്ങൾ കേട്ടിരുന്നു. പലതരത്തിൽ ബ്ലാസ്റ്റ് ശബ്ദം കേൾക്കുന്നു എന്ന് ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകളുടെ ചില മെസ്സേജുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഷെല്ലിംഗ് ആണെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഷെല്ലിംഗ് ബാരാമുള്ളയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഗ്രാമീണ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ നഗര മേഖലകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ആക്രമണം നടത്തുകയാണ്. पहले तो हम जाने के टाइम उरी पे पूरा विलेज एरिया पे इतना शेलिंग हो गया. अभी तक टाउन एरिया तक शेलिंग है. अभी टाउन एरिया में स्टार्ट हो गया. इससे पहले उड़ी में था, तो उड़ी में तो बहुत ही नुकसान हो रहा है. आज चल रहा है इस वक्त कहाँ पे, हमारे इस बारामूला टाउन में. उधर लाइट है അവിടെ ഇറങ്ങിക്കാം. അവിടെ കേൾക്കുന്നു.